ഈദ് റിലീസായിട്ട് 2 പടങ്ങളാണ് നമുക്കിപ്പോൾ ഇറങ്ങാനിരിക്കുന്നത്. ആട് 3യും ദുരന്തർ 2വും. ആൻഡ് ഈ മാസം വേറെ പടങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മാസം പ്രത്യേകിച്ച് വേറെ പടങ്ങളൊന്നുമില്ല. സോ തിയേറ്റേഴ്സൊക്കെ ഫുൾ ഡ്രൈ ആണ്. ഓഡിയൻസ് ഫുൾ ഡ്രൈ ആണ്. നല്ലൊരു പടം കിട്ടാൻ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ പടം കിട്ടാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. സോ ഒരു സ്റ്റാർട്ടാണെന്ന് പറയാം ഈ ഒരു സമ്മർ വെക്കേഷൻ്റെ. ഇനി അങ്ങോട്ട് ഏപ്രിലും മെയ്യിലൊക്കെ ഇതുപോലെ ഒരുപാട് ഫിലിംസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റേ യുദ്ധമൊക്കെ നടക്കുന്നത് കാരണം സിനിമകളിലെ റിലീസൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കുറേ ഡൗട്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഈ 2 സിനിമകൾ ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്നുണ്ട്. ഓൾറെഡി മറ്റേ ഇതിൻ്റെ ഒരു ക്ലാഷ് കാരണം ഈ വാറൊക്കെ കാരണം നമ്മുടെ ടോക്സിക്കൊക്കെ മാറ്റി. ടോക്സിക് വെച്ചിട്ട് വേറെ കുറേ സിനിമകൾ അതുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയായിരുന്നു. ഈ ക്ലാഷിൻ്റെ ഇടയിൽ പെടണ്ടാന്ന് പറഞ്ഞ് ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മുടെ പ്രൊജക്ട് ഹെയിൽ മേരിയും നമ്മുടെ റെഡി ഓർ നോട്ടിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതൊക്കെ ഓൾറെഡി റിലീസ് പറഞ്ഞായിരുന്നു. ഈ ക്ലാഷൊക്കെ കാരണമാണ് അത് മാറ്റിയത്. അവസാനം നമുക്കിപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇറങ്ങുന്നത്. ആൻഡ് ഈ രണ്ടും എനിക്ക് നല്ല എക്സ്പെക്റ്റേഷനുള്ള പടങ്ങളാണ്. ദുരന്തർ 2 പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ 2 പാർട്ട് മൂവി. നമ്മൾ കുറേ സിനിമകൾ ആ ഒരു ബാഹുബലിക്ക് ശേഷം KGFന് ശേഷമൊക്കെ തന്നെ എണ്ണി പറയാൻ പറ്റാത്ത അത്രയും സിനിമകൾ നമ്മളിതുപോലെ സെക്കൻഡ് പാർട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞ് കുറേ കണ്ടിട്ടുണ്ട്. ഇത് വെറുതെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പടത്തിന് ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല അവരുടെ കയ്യിൽ. വെറുതെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു എൻഡ് ക്രെഡിറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട് എങ്ങനെയെങ്കിലും വല്ലവതേനും ഹിറ്റായ സെക്കൻഡ് പാർട്ട് ഇറക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇറ്റ്സ് എ പ്രോപ്പർ 2 പാർട്ട് മൂവി. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത മൂവി. അങ്ങനത്തെ ഒരു പടങ്ങൾ ഈ അടുത്ത കാലത്ത് നമുക്ക് വരെ കിട്ടിയിട്ടില്ല. ഈവൻ ഈ പറയുന്ന ബാഹുബലിയും KGF അടക്കം ഇപ്പോൾ 2 പാർട്ട് മൂവീസ് ആണെങ്കിൽ കൂടി അത് പിന്നീടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരുമിച്ച് അറ്റ് എ ടൈം ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ടും കൂടി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം. അതുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് അവർക്ക് പടം ഇറക്കാൻ പറ്റി. നമ്മളിതിൻ്റെ ആ ഒരു ഹൈ നമുക്ക് വിട്ടിട്ട് പോലും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്ന് താഴുന്നതിന് മുമ്പ് തന്നെ അടുത്ത പാർട്ട് ഇവർക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി തിയേറ്ററിൽ വൻ ഹിറ്റായിരുന്നു, വൻ റണ്ണായിരുന്നു നടത്തിയത്. ഇനീഷ്യലി വൻ നെഗറ്റീവായിരുന്നു കേട്ടോ ഈ പടത്തിന്. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ പേര് സിനിമ കണ്ട് 1300 സംതിങ് കോടിയും കിട്ടി. അത് കഴിഞ്ഞിട്ട് അത് നെറ്റ്ഫ്ലിക്സിൽ വന്നു റീസെൻ്റ്ലി, കഴിഞ്ഞ മാസം എന്തോ. സോ അതിൻ്റെ ആ ഒരു ബസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള മീംസും സോങ്സൊക്കെ വെച്ച് ഇപ്പോഴും സിനിമ ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേ ടൈമിൽ തന്നെ ഇവർക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ ഒരു വലിയ കാര്യങ്ങളിലൊന്നാണ്. റീസെൻ്റ്ലി ഒരു സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും പ്രത്യേകിച്ച് ഇതുവരെ നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഹോളിവുഡിൽ നമ്മുടെ 28 ഇയേഴ്സ് ലേറ്റർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. 2 പാർട്ടായിട്ട് ഇറക്കിയ പടം. ഒരു 3 പാർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 പാർട്ടായിട്ട് അവർ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് ടു ബാക്ക് ആയിട്ട്. ബോൺ ടെമ്പിളും അതിന് മുമ്പ് പുറത്തിറങ്ങിയ ഫസ്റ്റ് പാർട്ടും. സോ അതും ഇതേപോലെ ഒരു 6 മാസം ഗ്യാപ്പിലായിരിക്കും ഇറക്കിയിരുന്നത്. സോ നമുക്കൊരു പ്രോപ്പർ കണ്ടിന്യൂഷൻ കിട്ടും. നമ്മൾ ആ കഥകളും കഥാപാത്രങ്ങളും ഒന്നും തന്നെ മറന്നിട്ടില്ല. സോ ആ ഒരു സ്ട്രാറ്റജി സോ ഗുഡ്. ഇനി ഇതുപോലെ 2 പാർട്ടായിട്ട് ഇറക്കുന്ന പടം വെറുതെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എന്ന് പറയാതെ ഇതുപോലെ കണ്ടിട്ട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ദിസ് മൂവി ഡിമാൻഡ്സ് ഇറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ റൺ ടൈം ഈ സെക്കൻഡ് പാർട്ടിന് 4 മണിക്കൂറാണ്. ഫസ്റ്റ് പാർട്ടിന് ഇതേപോലെ 3.5 മണിക്കൂർ എന്നുണ്ടായിരുന്നു. സോ അത്രയും വലിയൊരു ഒരു പ്രോപ്പർ ഒരു 1 സീസൺ ഒരു സീരീസിൽ പറയേണ്ട അത്രയും കഥയെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് 2 പടത്തിലായിട്ട് അത്രയും കൺസ്ട്രക്ട് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സോടെ നമുക്ക് കാണിക്കുകയാണ്. സോ അങ്ങനെ പറയാൻ കഥയുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ KGF നമുക്കറിയാം, ഒരു പാർട്ടി പറയാൻ പറ്റില്ല, അത്രയും വലിയ കഥയായിരുന്നു. ബാഹുബലി നമുക്കറിയാം. ഇതേപോലെ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ദുരന്തറിലെ പോലെ ഈ പടം ഡിമാൻഡ് ചെയ്യണമെങ്കിൽ മാത്രം ഇതുപോലെ 2 പാർട്ടായിട്ടൊക്കെ ഇറക്കുക. അല്ലാണ്ട് വെറുതെ ഇനിയും ഈ പരിപാടി ചെയ്യരുത്. കാരണം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആൾക്കാരത് സ്വീകരിക്കുക എന്നുള്ളത്. വെറുതെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മാതിരി അരോചകമാണ്. സിനിമ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടിരുന്നു. വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഇറിറ്റേഷനാണ് ഇപ്പോൾ. പക്ഷെ അതുപോലെയല്ല ദുരന്തറിൻ്റെ കാര്യം. ദിസ് മൂവീസ് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ്. ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഒരു കാര്യം കൂടി തന്നെ ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ടീസർ ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ പറ്റിയില്ല. കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം ഒരു ഗ്ലിംസ് ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടീസർ പോലെ തന്നെ. അത് തന്നെ എടുത്തിട്ട് ഒരു ടീസറായിട്ട് ഇട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ പടത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇവർ വെറുതെ സത്യം പറഞ്ഞാൽ വെറുതെ വലിപ്പിക്കുകയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ട്രെയിലർ ഇറങ്ങിയത് പൊളി സാധനം. കിട്ടില്ല ട്രെയിലർ കട്ട് വേറെ ലെവൽ സാധനമായിരുന്നു. ഒരു പടത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് പാർട്ടിനേക്കാളും ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള മൂവിയാണെന്ന് എവിഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ട്രെയിലർ കട്ട് വാസ് സോ ഗുഡ്. സോ ട്രെയിലറും ഈ പടത്തിന് ഗംഭീരമായിരുന്നു. ഓൾസോ ഈ പറഞ്ഞ പോലെ ഫസ്റ്റിനേക്കാൾ കൂടുതൽ വയലൻസ് ഉള്ള പക്ഷേ ഐ തിങ്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ടീസറല്ല. ഫസ്റ്റിൻ്റെ ട്രെയിലറിൽ കുറേ സീക്വൻസുകൾ കാണിച്ചത് ആക്ച്വലി ഇറ്റ്സ് ഇൻ ദ സെക്കൻഡ് മൂവി. ഫസ്റ്റിൽ ആ സീനുകളേ ഇല്ല. സോ സെക്കൻഡ് മൂവിയിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ ഫസ്റ്റിൻ്റെ ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇതിലാണ് സെക്കൻഡിലാണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. മറ്റേതിൽ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഫസ്റ്റ് ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ആളുടെ ഒരു സ്റ്റേജിങ് മാത്രമേ ഉള്ളൂ. ഇതിലാണ് ഒരു പ്രോപ്പർ
ഈ ഒരു ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ ഒരു റിവഞ്ച് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് GCCയിലൊന്നും ഈ പടം ഇറക്കുന്നില്ല. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് വാറുന്നവർക്ക് ഒരു വിഷയമല്ല. സോ സെക്കൻഡ് ഇന്ത്യയിൽ തന്നെ മാത്രം ഒറ്റ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ ഒരു 10,000 1300 കോടിയൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദിയിൽ മാത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ മലയാളം ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും ഈ ഒരു പടമുണ്ട്. ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമായിട്ട് ഫസ്റ്റിൻ്റെ റീച്ച് കാരണമായിരിക്കും ഒരുപക്ഷെ അവരങ്ങ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റൺ ടൈം വെച്ച് ഒരുപാട് പേര് ഇങ്ങനെ മോക്ക് ചെയ്യണമെന്ന് കണ്ടു. ഇവരെ ലേസ് പാക്കറ്റും നമ്മുടെ ഈ വെള്ളം കുപ്പിയും ഒരു ട്രോളിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. ആക്ച്വലി അത്രയുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഐ തിങ്ക് ബാഹുബലി എപ്പിക്കൊക്കെ ഇതേപോലെ 4 മണിക്കൂറിന് എന്തോ റൺ ടൈം ഉണ്ടായിരുന്നു. ദെൻ ഹോളിവുഡിലൊക്കെ നമ്മൾ ഇതുപോലെ കുറേ പടങ്ങളുണ്ട്. അത് കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ പഴയ, എൻ്റെ ഓർമ്മയിൽ പഴയ ഗ്ലാഡിയേറ്ററോ അല്ലെങ്കിൽ മറ്റേ ലോർഡ് ഓഫ് ദ റിങ്സ് പടങ്ങളൊക്കെ തന്നെ എറൗണ്ട് ഈ ഒരു ടൈമുണ്ട്. അതിൻ്റെ ഡയറക്ടേഴ്സ് കട്ടൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. അറൗണ്ട് ഒരു 4-4.5 മണിക്കൂറൊക്കെ ഉണ്ട്. സോ ഇത്രയും വലിയ പടങ്ങളൊക്കെ എങ്ങനെയാ തിയേറ്ററിൽ നിന്ന് അവർ കാണുകയെന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമുക്കിത് കിട്ടാൻ പോകണം. ഇപ്പോൾ റീസെൻ്റ്ലി ഇതുപോലെ 3-3.5 മണിക്കൂറുള്ള പടങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇത്രയും റണ്ണുള്ളൊരു പടം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ. ഒരു 3:55 ഉണ്ട്. ഒരു പ്രോപ്പർ ഇൻ്റർവെലൊക്കെ കൂടി കഴിയുമ്പോൾ ഒരു 4-4.5 മണിക്കൂർ. സോ സെക്കൻഡ് ഷോ ഒക്കെ കണ്ടാൽ പുലർച്ചയായിട്ട് വരും തിരിച്ചു വരുമ്പോൾ. പക്ഷേ ഈ റൺ ടൈം ഉണ്ടെങ്കിലും അത് പ്രോപ്പർലി യൂട്ടിലൈസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ പഴമുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യും. കാരണം പടം അത്രയും ഉണ്ട്. സോ ഒരു മൈന്യൂട്ടായിട്ടുള്ള സ്ഥലത്ത് പോലും ഒരു ഡ്രോപ്പില്ലാതെ ത്രൂ ഔട്ട് ഈ പടം എങ്ങനെ 4 മണിക്കൂർ എൻഗേജ് ആയി പോകും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. നമുക്കത് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അറിയാം. സോ ദുരന്തർ 2 ഈസ് എ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് മൂവി. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് തീർച്ച. സോ നല്ലൊരു പടം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ദുരന്തർ 2. ദെൻ ആട് 3 ആക്ച്വലി ഒരു ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ ഫ്ലോപ്പായിരുന്നു. ആക്ച്വലി വൻ ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഈ സാറ്റലൈറ്റ് റിലീസില്ല നമ്മൾ TV-യിലും നമ്മളല്ലാതെയൊക്കെ നമ്മൾ OTT ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും ഐ തിങ്ക് മൊബൈലൊക്കെ നമുക്ക് ടോറൻ്റൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് പേര് കണ്ടായിരിക്കും. അങ്ങനെ ഹിറ്റായൊരു പടം. അതായത് തിയേറ്ററിൽ ഫ്ലോപ്പായി. ദെൻ ഓഡിയൻസ് ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് വന്നു. അത് കഴിഞ്ഞ് തേർഡ് പാർട്ട് വന്നു എന്ന് പറഞ്ഞൊരു പടം ഒരുപക്ഷെ വേറെ ഇല്ലായിരിക്കും. ബാക്കിയൊക്കെ തിയേറ്ററിൽ ഫസ്റ്റും സെക്കൻഡൊക്കെ ഹിറ്റായാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള പാർട്ടുകൾ ഇറക്കുക. ഇത് ഫസ്റ്റ് ഫ്ലോപ്പായിട്ട് പോലും സെക്കൻഡ് ഇറക്കാനുള്ള അവരുടെ ആ ഒരു ധൈര്യം, അതാണ് ഇവർ തേർഡിലേക്ക് എത്തിച്ചത്. തേർഡിലേക്ക് വരുമ്പോൾ തന്നെ ക്യാൻവാസ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങേണ്ടത് ഒരുപാട് ആവശ്യമുള്ളൊരു സിറ്റുവേഷനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഒന്നാമത് മലയാളത്തിൽ നമുക്ക് വേറെ പടങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ കൊല്ലം തന്നെ. 2026 തുടങ്ങിയിട്ട് വലിയ പടങ്ങളൊന്നും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ല. തമിഴിലൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ മറ്റേ TTTയും ഈ തായ്ക്കളവിയും അങ്ങനത്തെ ഒരു ചെറിയ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരത് ഫുൾ ആഘോഷിച്ചിട്ടുണ്ട്. നമുക്ക് അതുപോലും ഇല്ല. സോ ഒരു പ്രോപ്പർ ഒരു വലിയ ബഡ്ജറ്റുള്ള അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റുള്ള ഒരു വലിയ പടം, ഒരു വലിയ കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ ആവശ്യകത എന്തായാലും ഉണ്ട്. തിയേറ്ററിലൊന്നും ആരുമില്ല. സോ തിയേറ്ററിലേക്ക് ക്രൗഡ് പുൾ ചെയ്യണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നി ഈ ആട് 3. ആൻഡ് അതും ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവസാനം ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തിയേറ്ററുകാർക്കടക്കം ഒരു സമാധാനമായത് ഈ പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇതും പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഈ ഒരു വാറുള്ള സിറ്റുവേഷൻ കാരണം. പക്ഷെ അതൊന്നും നോക്കാതെ ഈ പടം ഇറക്കുന്നത് തന്നെ ഒരു വലിയ കാര്യങ്ങളിൽ വന്ന്. കാരണം വേറെ പടങ്ങൾ നമുക്കില്ല. ഈവൻ ഈ മാസം തന്നെ വേറെ പടമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ആഴ്ച ഒന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും ഒരു പടം പോലും ഇറങ്ങിയിട്ടില്ല. ഒരു ബസ് പോലും ഇല്ല. അങ്ങനത്തെ ഒരു തിയേറ്ററിൻ്റെ പരിസരത്തേ പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ മാസം ഫുള്ളും. ഐ തിങ്ക് ഇത് കഴിഞ്ഞാലും ഇല്ല. സോ ഈ മാസം ഈ 2 പടങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ വലിയ പടങ്ങളെന്ന് പറയാൻ. ദുരന്തർ 2-ഉം ആട് 3-യും. ചെറുതുപോലും ഇറക്കുന്നില്ല ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ കാരണം. ഇനി ഒരു പക്ഷേ ഈ ഏപ്രിലും മെയ്യിലൊക്കെ ഇറങ്ങാനിരിക്കുന്ന സിനിമകൾ ഇതേപോലെ ഇനി ഇതേ റണ്ണ് ചെയ്യുമോ, അത് ഈ വാറ് കാരണം ഇത് അതും മാറ്റി വയ്ക്കുമെന്നൊന്നും അറിയില്ല. സോ ഒരു വലിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 പടങ്ങളിൽ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ആട് 3 മലയാളികളെ സംബന്ധിച്ച്. ദെൻ വേറൊന്ന് നല്ലൊരു കോമഡി പടം, നല്ലൊരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു കോമഡി പടം കിട്ടിയിട്ടും ഏജസ് ആയി. നമുക്ക് എത്രയായി എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഈ പണ്ടപ്പോൾ മറ്റേ നമ്മുടെ രോമാഞ്ചവും ദെൻ ഇപ്പോൾ റീസെൻ്റ്ലി പ്രകമ്പനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടു. ഞാനത് കണ്ടില്ല. ഇങ്ങനെ OTTക്ക് വരുമ്പോൾ ഒന്ന് കണ്ടു നോക്കാമെന്നിരുന്നു. കണ്ടു നോക്കണം. ദെൻ ഇതേപോലെ ഒരു പ്രോപ്പർ ഫുള്ളി എൻ്റർടൈനർ പടം നമുക്ക് കിട്ടിയിട്ട് കുറേ ആയി. സോ അതും ഭയങ്കരധികം ആവശ്യമുള്ളതാണ് നമുക്ക് ഫാമിലി ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ അല്ലാതെ ഇറങ്ങുന്നത് ഭയങ്കര ഒന്നെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര വയലൻസ് ആയിട്ടുള്ളോ അങ്ങനെ മിക്സ്ഡ് ഓഫ് ജേണേഴ്സാണ് നമുക്ക് കൂടുതലും വരാറ്. ഒരു പ്രോപ്പർ കോമഡി പടം നമുക്ക് മലയാളം സിനിമകളുടെ ഒരു മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ കോർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കോമഡി ആയിരുന്നു. നമ്മളെല്ലാ സിനിമയിലും നമ്മൾ കോമഡി എന്നൊരു എലമെൻറ്റ് കുത്തിക്കയറ്റലല്ല, അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൂവി. നമ്മുടെ എല്ലാ ഒരുമാതിരി ഒരു ഫീൽ ഗുഡ് പടങ്ങളായിരുന്നു പണ്ടത്തെ എല്ലാ പടങ്ങളും. എല്ലാത്തിലും കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അത്രത്തോളം ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, അത്രത്തോളം പൊട്ടൻഷ്യലുള്ള, അത്രയും കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന
ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ ബോഡി ഷേപ്പിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ കോമഡി എന്നുള്ളത് നമ്മൾ ഒരു കൺസ്ട്രക്റ്റ് ആയിപ്പോയി. നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മളിപ്പോൾ ഈ ഓൺലൈൻ മീഡിയസിലൊക്കെ കാണുന്ന പല യൂട്യൂബ് ചാനൽസിലൊക്കെ കാണുന്ന കോമഡീസ് മാത്രം കണ്ട് ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ. ഞാൻ ആക്ച്വലി ഒരു വീഡിയോ തന്നെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചായിരുന്നു. ചെയ്യാൻ പറ്റിയില്ല. ചെയ്യണം എൻ്റെ പ്ലാനിലുണ്ട്. ഞാൻ ഈവൺ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ ഐ ലവ് ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞ്. അത്രയും ഇല്ല. ഞാൻ പേഴ്സണലി ഞാനിപ്പോൾ കുറച്ചെങ്കിലും ചിരിക്കുന്നത് തമിഴിൽ പരിതപങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഇപ്പോൾ ഗ്യാസ് തീർന്നതും അങ്ങനത്തെ എന്താണ് അറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ കൗണ്ടേഴ്സൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യാറുണ്ട്. നമുക്ക് കുറേ ഈവൺ വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ വീഡിയോ ആണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിട്ട് കുറച്ചെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാറ്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡും മാനേഴ്സും നമുക്ക് ഇഷ്ടമായതുകൊണ്ട്. കാരണം നമുക്കില്ല ഇപ്പോൾ മലയാളത്തിലും തമിഴിലും നിന്നല്ല നമുക്ക് അങ്ങനത്തെ കോമഡി ഫുൾ കോമഡി ആയിട്ടുള്ള പടങ്ങളില്ല. ഇപ്പോൾ തമിഴിൽ ഒരു കാലത്ത് സന്താനമൊക്കെ ഉണ്ടായിരുന്നു, ആ മൂപ്പരുമില്ല. ദെൻ പഴയ വടിവേലു കോമഡികളൊക്കെ തന്നെ പഴയതൊക്കെ ഇരുന്ന് കണ്ടെടുത്ത് ചിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ മലയാള പടങ്ങളും ഒക്കെ ഇരുന്നിട്ട് വേണം. ഇപ്പോൾ ഈവൺ ആട് 1ഉം ആട് 2ഉം കണ്ടാലൊക്കെ നമുക്ക് ചിരി വരും. അതുപോലെ ഒരു വലിയ ഗ്യാപ്പാണ് ഈ പറഞ്ഞ പോലെ, ഒരു വലിയ വോയിഡ് ഉണ്ട്. സോ ഈ പടം എങ്ങനെ ഈ ഹ്യൂമറിനെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഇങ്ങനെ മാറിയ നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെയാണ് ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം എന്ത് പറഞ്ഞാലും ഇവിടെ പ്രശ്നമാണ്. ഇവിടെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്, എന്ത് പറഞ്ഞാലും അത് ബോഡി ഷേമിംഗ് ആണ്, എന്ത് പറഞ്ഞാലും അത് ഈ സമയത്ത് പറയാൻ പാടില്ല, അതിങ്ങനെ ചെയ്യാൻ പാടില്ല, ആ ഡയലോഗ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോമഡിയിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ശരിയാണ്, ഒരാളെ ഹേർട്ട് ചെയ്ത പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഫുൾ ടൈം നോക്കിയാൽ നമുക്ക് വേറെ പടങ്ങൾ കിട്ടില്ല. നമുക്ക് ആ ഒരു ജോണർ തന്നെ ഇല്ലാതായി പോകും. നമ്മളിപ്പോൾ പറയാറില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കുറേ പേരെ ഇപ്പോൾ എനിക്ക് ഊക്ക് കിട്ടാറുണ്ട്, ഞാനിട്ട് കുറേ പേര് ഊക്കാറുണ്ട്. ഞാനാണ് ആക്ച്വലി കൂടുതൽ ആൾക്കാർ ഊക്കുക. പക്ഷേ ഊക്കുന്ന സമയത്തും ഞാൻ അവർക്കൊരു പേഴ്സണലി ട്രോമ ഉണ്ടാക്കുന്ന രീതിയിലോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ല, ഞാൻ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അത് അങ്ങനത്തെ ഇപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടി നിർത്തും. ഈ പറഞ്ഞ പോലെ ഒരു കോമഡി സിനിമ എന്നുള്ളത് ഒരു സിനിമയായിട്ട് തന്നെ നമ്മൾ കാണണം എന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ജോണറിലുള്ള സിനിമകൾ കിട്ടുള്ളൂ. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കിള്ളിക്കറിച്ച് ഇത് എന്നൊക്കെ പറയാൻ നിന്നാൽ നമുക്ക് ആ ഒരു ജോണർ തന്നെ ഇല്ലാതായി പോകും. നമുക്ക് ആവശ്യമാണ്, നമുക്ക് ചിരിക്കണം. നമ്മൾ കൂടുതൽ ചിരിച്ചിട്ടുണ്ടായിരുന്നു സിനിമയെ കൂടെയായിരുന്നു. ആ സാധനം നമുക്കിപ്പോൾ കിട്ടാനില്ല. നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കോൺവെർസേഷൻസ് പോലും സിനിമ ഡയലോഗുകളാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഈവൺ ഇപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള ഡയലോഗൊക്കെ ഒരു മരണ വീട്ടിൽ ഒരാൾ മരിപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഒരു കല്യാണം മുടങ്ങുന്ന സമയത്ത് സലീം കുമാർ കല്യാണ രാമനിൽ പറഞ്ഞൊരു ഡയലോഗാണ്. സിറ്റുവേഷൻ അനുസരിച്ച് അതിപ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ അതിപ്പോഴും നമ്മൾ പറയാറില്ല. അത് നമ്മുടെ റൊട്ടീനായി പോലെ. അങ്ങനത്തെ നമ്മളെ കുറേ എപ്പിക്കായിട്ടുള്ള ഡയലോഗുകളൊക്കെ നമുക്ക് കിട്ടിയത് ഈ പറയുന്ന കോമഡി പടങ്ങളിൽ നിന്നാണ്. സോ അതില്ലാതായി പോകരുത്, അത് അന്യം നിന്ന് പോകരുത്. സോ അങ്ങനെയുള്ള സമയത്ത് ആട് 3 ഒരു കോമഡി എന്നുള്ള രീതിയിൽ വരുന്ന ആട് 3ക്ക് ഐ എം ഹൈലി ആൻറ്റിസിപ്പേറ്റഡ്. ഞാൻ തുറന്ന മനസ്സോടെ തുറന്ന കൈയോടെ സ്വീകരിക്കുകയാണ് ഈ ഒരു പടത്തിനെ. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഒന്നുമില്ല, എനിക്ക് ഒരു 3 മണിക്കൂർ 2-2.5-3 മണിക്കൂർ എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കണം, എല്ലാം മറന്ന് ചിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പടം അത്ര മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വേറെ രീതിയിലുള്ളൊരു ക്യാമിയോ എന്തിനാണ് ഈ എല്ലാ പടത്തിലും എല്ലാവരും ക്യാമിയോ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഓൾറെഡി ഈ പടം പാക്ഡാണ്. ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. ഇതിലിഞ്ഞ് പോയിട്ട് മോഹൻലാൽ വരും, ഇതിൽ പോയിട്ട് മമ്മൂക്ക വരും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഓൾറെഡി അടുത്ത പാട്രിയോട്ട് എന്നൊരു പടം വരുന്നുണ്ട്, അതൊക്കെ കണ്ടിരിക്കുക. അല്ലാണ്ട് വെറുതെ ക്യാമിയോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട. കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാൻ പറ്റിയാൽ മതി സമാധാനത്തിൽ, അത്രേ ഉള്ളൂ. സോ അത് മാത്രമാണ് ആട് 3 എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ 2 പടങ്ങളും ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ്. ഈ 2 സിനിമകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് രണ്ടും ഒരേ ദിവസമായിരുന്നു, March 19. പക്ഷേ ദുരന്തർ നമുക്കൊരു ദിവസം മുമ്പേ അറിഞ്ഞു. റിലീസ് ഉണ്ട്, ഒരു പ്രിവ്യൂ പോലെ 18-ാം തീയതി 2 ഷോസ്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു 5 മണിക്കോ 9 മണിക്കായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ 18-ാം തീയതി ദുരന്തറും 19-ാം തീയതി ആടും കാണണം. സോ ഈ 2 പടങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.